നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും മംഗളമായ ഒരു കർമ്മം നടന്നിട്ട് അതെല്ലാം സങ്കടത്തിൽ അവസാനിച്ചേനെ. മോളുവാ, നമുക്ക് പ്രദക്ഷിണം പൂർത്തിയാക്കാം. പിടിക്കാൻ പെൺകുട്ടികളുണ്ടെങ്കിലേ വീഴുന്നത് ആൺകുട്ടികൾക്കൊരു ഹരവാ. ഇപ്പോഴത്തേക്കിത് പോട്ടെ, ഇനി ഇത് ആവർത്തിക്കണ്ട. ഹരി, ആ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അതിന് ഞാനൊരു സാധ്യത ചോദിക്കുക. എത്രയോ സ്ഥലങ്ങളിൽ നിശ്ചയത്തിന് ശേഷം വിവാഹം നടക്കാതിരുന്നിട്ടുണ്ട്. ചിലപ്പോ ഇക്കാര്യത്തിലും. എടാ, നമുക്കൊരാഗ്രഹം ഉണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ ജീവിതം നശിക്കുന്ന അത്യാഗ്രഹങ്ങളെ അത് ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലെങ്കിലും ആ പെൺകുട്ടിയെ കാണാൻ തോന്നില്ല നിനക്ക്? ദൂരെ എന്തെങ്കിലും? അവളുടെ ശബ്ദം കേട്ട ആ ദിവസം മുതൽ അവളിലേക്കുള്ള ദൂരം കുറയണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഇപ്പൊ അത് മറിച്ച എത്ര ദൂരം കൂടാമോ അത്രയും ആയിക്കോട്ടെ. തൊട്ടടുത്ത് വന്നിട്ട് പോലും ഞാൻ ആ മുഖം കണ്ടില്ല. കാണാതിരുന്നത് നന്നായി. കണ്ടിരുന്നെങ്കിൽ ആ ശബ്ദവും രൂപവും മാത്രമല്ലല്ലോ, ആ മുഖവും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ ഞാൻ പാടുപെടുമായിരുന്നില്ലേ? അത് ദൈവം എനിക്ക് വിധിച്ച കുട്ടിയല്ല. അല്ലെങ്കിൽ അന്ന് ആദ്യമായി കണ്ട ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കുമായിരുന്നില്ലേ? എടാ, നല്ലവളാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു. ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. എന്തിന്? ഈ ഭൂമിയിൽ പൂക്കുന്ന പൂക്കളെല്ലാം നമുക്കുള്ളതല്ലല്ലോ. എടാ, നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ളതാ നമുക്കുള്ളത്. ഇത് ദൂരെയാ, ഒരുപാട് ദൂരെ. ആ, അതൊക്കെ പോട്ടെ. ആ, നീ അച്ഛനെയും അമ്മയും കൂട്ടി നാളെ വരില്ലേ? ആ, വരാ. അച്ഛനും അമ്മയും നല്ല സന്തോഷത്തില്. അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? ഹരിയുടെ വീട്ടിൽ നിന്നല്ലേ അത് വലിയൊരു ബലാന്ന്. എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തടാ, വൈകിക്കണ്ട. നീ പൊയ്ക്കോ. എടാ ഹരി, നീ അച്ഛനും അമ്മയും നിന്നെ കാത്തിരിക്കുകയല്ലേ. നീ ചെല്ല. തീ ആളിക്കത്തുന്നത് എന്ത് രസമല്ലേ? എല്ലാത്തിനെയും കത്തിച്ചില്ലാതാക്കാൻ ശേഷിയുള്ള തീ, എല്ലാവരെയും പൊള്ളിക്കുന്ന തീ. പിടിക്കാൻ പെൺകുട്ടികളുണ്ടെങ്കിലേ വീഴുന്നത് ആൺകുട്ടികൾക്കൊരു ഹരവാണ്. ഉറങ്ങിയില്ലേ?
നോർമലി നിത്യയെ പോലെ അച്ചടക്കമുള്ള കുട്ടികള് നേരത്തെ ഉറങ്ങുന്നവരായിരിക്കുമല്ലോ. ഞാൻ നേരെ തിരിച്ച, ഉണ്ണുന്നതിനൊരു നേരം, ഉറങ്ങുന്നതിനൊരു നേരം, അങ്ങനെയൊന്നുമില്ല. എല്ലാം എനിക്ക് തോന്നുമ്പോഴാ. ഉറക്കം വന്നില്ല, അതാ. വീട് മാറി കിടക്കുന്നതിന്റെ. പൊതുവെ ഞാനും അച്ഛനും ഒരിടത്തും പോവാറില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോ വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ. ഇതെന്താ, കവിതയാണോ? എഴുതൂ നിത്യ. കവിതയാണ്, പക്ഷേ ഞാൻ എഴുതിയതല്ല. പിന്നെ ആരോ ഒരാള്. സത്യം പറഞ്ഞ ഇതെങ്ങനെയാ എന്റെ അടുത്തേക്ക് വന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസം സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോ അതിലുണ്ടായിരുന്നതാ ഈ കവിത. അതുകൊള്ളാലോ, കവിത കിട്ടുന്ന മാർക്കറ്റോ? സത്യം. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഈ വരികള് എന്റെ അടുത്തേക്ക് തന്നെ വരേണ്ടതാണെന്ന്. കാര്യം എന്താണെന്നറിയോ, എന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം തട്ടിയാ ഞാൻ ആദ്യം അമ്മയെക്കുറിച്ച് ഓർക്കുക. അമ്മയുടെ പഴയൊരു ഫോട്ടോ ഉണ്ട്, അതെടുത്ത് കയ്യിൽ പിടിക്കും. പക്ഷെ ഇപ്പോ അതിൽ ചെറിയൊരു വ്യത്യാസം. വല്ലാത്ത സങ്കടം തോന്നുമ്പോ ഇതെടുത്ത് നിവർത്തി വെറുതെ കണ്ണടിച്ചിരിക്കും. ഞാൻ വായിച്ചിട്ടുള്ളതാ, എനിക്ക് കാണാപ്പാടാ. എന്നാലും ഈ വരികൾ പതുക്കെ പതുക്കെ എന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ട് തോന്നും, ഒരു മയിൽപ്പീലി കൊണ്ട് തടവുന്നത് പോലെ. പറഞ്ഞു പറഞ്ഞ് നിത്യം നല്ല കവിയാകുന്ന ലക്ഷണം ഉണ്ടല്ലോ. സാറൊന്ന് വായിച്ചു നോക്ക്. ദാ. അയ്യോ, എനിക്ക് വേണ്ട. ഒന്നാമത്തെ കാര്യം, ഈ കവികളുടെ ഭാഷ എനിക്ക് മനസ്സിലാവേ ഇല്ല. പിന്നെ എനിക്ക് തോന്നിയത് എന്തെങ്കിലും പറഞ്ഞാലേ നിത്യക്ക് എന്നെ കുറിച്ച് എന്താ തോന്നുക? ഈ കഴുതയോടാണല്ലോ ഞാൻ ഇത്രയും കാലം സംസാരിച്ചെന്ന്. എന്തായാലും വേണ്ട. ആ പിന്നെ നിത്യ, നാളെ നമുക്കൊന്ന് പുറത്തു പോണം. എവിടേക്കാ? എന്ത് ചോദ്യാടോ? സമപ്രായക്കാരായ 2 പെൺകുട്ടികൾക്ക് പോകാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് തന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. സീരിയസ് ആയിട്ടോ? ഉണ്ട്, എന്നാലും അത് ഞാനിപ്പോ പറയുന്നില്ല. സാറാ, എനിക്കിങ്ങനെ മനസ്സിലെന്തേലും കിടന്നാ ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് പോ. പറയുന്ന കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ഒരു രാത്രിയിലത്തെ താമസമൊക്കെ ആവാം. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാടോ. നാളെ എന്തായാലും നമ്മൾ ഇറങ്ങും. എന്നിട്ട് നിത്യ തീരുമാനിച്ചാൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആണോ അല്ലേന്ന്. എന്നാ നീ ലേറ്റ് ആക്കണ്ട. കവിത പാരായണം ഇപ്പൊ നിർത്തോ അതോ നേരം വെളുക്കുന്നവരുണ്ടാവോ? ഞാനിത് മടക്കി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.